കേരളത്തിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. 20% വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താനും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്താനും കഴിഞ്ഞു. മറ്റ് അനവധി മണ്ഡലങ്ങളിൽ 30,000 വോട്ടിന് മുകളിൽ പിടിക്കുവാനും ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാനായി സംസ്ഥാന ബി.ജെ.പി നേതൃത്വം ഒരുങ്ങുന്നു. ജെ.പി നദ്ദ ഈ മാസം ആദ്യ വാരത്തോടുകൂടി കേരളത്തിലെത്തും. അതിനുശേഷം സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലങ്ങളിൽ 52 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ബി.ജെ.പി ഫോക്കസ് ചെയ്യുന്നത്. ഈ 52 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. 3000 പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ തദ്ദേശ വാർഡുകളിൽ ഒപ്പം തന്നെ കോർപ്പറേഷൻ വാർഡുകളടക്കം 3000-ഓളം മെമ്പർമാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്, ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ പുതിയ ഒരു ലക്ഷ്യവും. ഒപ്പം തന്നെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നതിൽ ഉപരി മിനിമം 20 സീറ്റെങ്കിലും നേടുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി തന്നെ ബി.ജെ.പി നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.